ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ദിവസം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ക്രിസ്മസിൻ്റെ ദിവസം രാവിലെ തന്നെ എല്ലാവരും ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ട്രീയുടെ അടിയിലിരിക്കുന്ന ഗിഫ്റ്റുകളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പോകുന്നത്. ആരോട് ഇന്നലെ രാത്രി എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഉറങ്ങിയിട്ട് പോലുമില്ല. ഞങ്ങൾ ആദ്യം ഇങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും പതിവില്ലല്ലോ. പക്ഷെ അരുൺ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അവന് ഭയങ്കര ആഗ്രഹം വന്നുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. ഞാനും ഇച്ചാനും അങ്ങനെ പരസ്പരം ഗിഫ്റ്റ് ഒന്നും കൈമാറുന്ന ഒരു ഫോർമാലിറ്റി ഒന്നും ഇല്ല. ഇച്ചാന് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. പക്ഷെ അരുണിൻ്റെ ഇഷ്ടം കാരണം ഞങ്ങൾ അവന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങാറുണ്ട്. പക്ഷെ ഇത്തവണ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇച്ചാനും എനിക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ബുക്കാണ്. അപ്പോൾ അത് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആരോട് വേണ്ടിയിട്ട് കുറച്ച് ബുക്കുകളൊക്കെ വാങ്ങി. കാരണം അവനിങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ അവൻ പൊട്ടിക്കുന്നത് എൻ്റെ അനിയനും സ്നേഹയും കൂടെ അവൻ അയച്ച ഗിഫ്റ്റാണ്. ട്രഷറക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവരത് മനസ്സിലാക്കിയിട്ട് അത് തന്നെ അയച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എടുക്കുന്ന ഒരു എഗ് ബോയിലറാണ് കേട്ടോ. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾക്ക് അയച്ചതാണ്. അപ്പോൾ ഞാനത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ പൊട്ടിക്കുന്നത് ഞങ്ങൾ അവന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ലെഗോയുടെ സെറ്റാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ലെഗോസ് ഉണ്ടാക്കാനായിട്ട്. അതാവുമ്പോൾ ഇങ്ങനെ സമയമെടുത്തിരുന്ന് നല്ലോണം അത് നല്ലതാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് എനിക്ക് ഇച്ചാനിങ്ങനെ ഒരു ക്രിസ്മസിനൊരു ഗിഫ്റ്റ് പോലെ ഒരു ബുക്കൊക്കെ തരുന്നത്. എനിക്ക് എന്തായാലും ഒത്തിരി സന്തോഷമായി. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയതാണെങ്കിലും ഇങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ ആളുകളുടെ ജീവിതം ഒക്കെ പറയുന്ന ഒരു ബുക്കാണ്. ആരോണിന് കുറച്ച് അധികം ബുക്കുകളുണ്ട് അതിനകത്ത്. 5 ബുക്കുണ്ട്. അതാണ് കേട്ടോ ആരോണിന് വേണ്ടി വാങ്ങിയത്. പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് തലേ ദിവസത്തെ പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ തലേ ദിവസം നമ്മളുടെ ക്രിസ്മസ് ദിവസം ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാറുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ തലേദിവസം ഒരുക്കങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവാളയെല്ലാം തൊണ്ട് കളഞ്ഞ് വെച്ചു. അപ്പത്തിൻ്റെ മാവ് രാവിലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമ്മൾ ഇന്ന് പ്ലം കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീഫ് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള പുളിവെള്ളമാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ നാളെ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് റോസ്റ്റാണ്. എല്ലാ പ്രാവശ്യവും ചിക്കനും ബീഫൊക്കെ അല്ലേ. അപ്പോൾ ഇത്തവണ ഒരു വെറൈറ്റിക്ക് ഞാൻ താറാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ താറാവായിരുന്നു. അപ്പോൾ ഞാനത് വെട്ടി വൃത്തിയാക്കിയിട്ട് സിപ്ലോക്കിലാക്കി വെക്കുകയാണ്. അപ്പോൾ സിപ്ലോക്കിലാക്കി ഇങ്ങനെ 2 തവണ ഉണ്ടാക്കാനുള്ളതുണ്ട്. അപ്പോൾ 2 തവണ ഒരുമിച്ച് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ 2ആയിട്ട് മാറ്റിയിട്ട് നാളത്തേക്കുള്ളത് വേറെ, മറ്റത് ഫ്രീസറിലും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ വാക്വം സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കധികം സ്ഥലവും പോവില്ല. അതുപോലെ തന്നെ മീറ്റ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സിപ്ലോക്ക് 3/4 ഭാഗത്തോളം അടച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ നമ്മളുടെ അതിൻ്റെ ഉള്ളിലെ എയറൊക്കെ അങ്ങ് പോവും. അപ്പോൾ വാക്വം സീൽ ചെയ്ത പോലെ തന്നെ ഇരിക്കും. എന്താ പറയുക, മീറ്റ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീസറിൽ ഒരുപാട് സ്ഥലമൊന്നും പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീറ്റോ എന്താ പറയുക പച്ചക്കറികളോ ഒക്കെ വെക്കുമ്പോഴും ഇങ്ങനെ വാക്വം സീൽ ചെയ്തിട്ട് വെക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നാളെ ഉണ്ടാക്കാനുള്ളത് ഫ്രിഡ്ജിലും ഇനി പിന്നീട് ഉണ്ടാക്കാനുള്ളത് ഫ്രീസറിലുമാണ് കേട്ടോ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ബീഫും കായയും ഉള്ള ഒരു കറിയാണ് കേട്ടോ നാളത്തേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബീഫും കായയും എല്ലാം നന്നായിട്ട് പൊടികളൊക്കെ വിട്ട് പുരട്ടി കുക്കറിൽ വേവിച്ച് വെക്കുന്നുണ്ട്. നാളെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫും കായയുടെ റെസിപ്പി ഒരെണ്ണം നമ്മുടെ എന്താ പറയുക ചാനലിൽ പണ്ടേ ഇട്ടിട്ടുണ്ട്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ബീഫും കായും വറുത്തരച്ച് വെച്ചതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പണ്ട് കല്യാണ സദ്യക്ക് അല്ലെങ്കിൽ നമ്മുടെ പള്ളിപ്പെരുന്നാളിന് നേർച്ച സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബീഫിൻ്റെയും കായയുടെ റെസിപ്പിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന മീൻകറിയാണ്. സാധാരണ എല്ലാവരും ചുവന്ന ചാറ് മീൻകറി വെക്കില്ലേ, അത് തന്നെയാണ് കേട്ടോ ഞാനും ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് എങ്ങനെ റെസിപ്പീസൊന്നും ഞാൻ അതുപോലെ വിശദീകരിച്ച് പറയുന്നില്ല. ഞങ്ങൾ എങ്ങനെയാണ് ക്രിസ്മസിൻ്റെ ദിവസം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഏതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒരു ദിവസം വ്ലോഗിൽ അത് ഉൾപ്പെടുത്താം. അപ്പോൾ തന്നെ ഞാൻ ചുവന്ന ചാറ് മീൻകറിയാണ് കേട്ടോ വെക്കുന്നത്. ചൂരമീൻ വെച്ചിട്ടാണ് മീൻകറി വെക്കുന്നത്. അപ്പോൾ ഈ മീൻകറി ഏകദേശം ആയി. അതുപോലെ തന്നെ ഞാൻ മീൻകറി ആയി കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് ചട്ടിയിലേക്ക് മാറ്റി വെച്ചു. കാരണം ചട്ടിയിലിരിക്കുമ്പോഴാണല്ലോ നമ്മുടെ മീൻകറിക്ക് ടേസ്റ്റ് കൂടി വരിക. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്.
മീൻകറി റെഡിയായി, അതുപോലെ ബീഫും കായും വേവിച്ച് വെച്ചു, താറാവെല്ലാം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കേക്കിനുള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഞാൻ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഞങ്ങൾ 2-3 ആഴ്ച മുന്നേ എടുത്തതാണ്. അപ്പോൾ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം റമ്മിൽ സോക്ക് ചെയ്ത് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാനിത് സോക്ക് ചെയ്യുന്നത് ഡോക്ടർ ലക്ഷ്മിനാഥൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും, നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പലതരത്തിലുള്ള മുന്തിരികൾ, ഉണക്കമുന്തിരി, പിന്നെ അതുപോലെ ടൂട്ടി ഫ്രൂട്ടി, ചെറീസ്, ഫിഗ് എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം, പിന്നെ എന്താ ഡ്രൈ ജിഞ്ചർ, അതെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന പോലെ ഓറഞ്ച് മെർമലൈഡ് ചേർക്കുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞിരുന്നത് വേറൊരെണ്ണം ബ്ലാക്ക് കറൻറ്റിൻ്റെ ജാമാണ്, അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പീച്ചിൻ്റെ ജാമാണ് ചേർത്തേക്കുന്നത്. അതുപോലെ തന്നെ അവർ ഹണി ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മസാലപ്പൊടി, അതായത് നമ്മുടെ പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ടുള്ള ജാതിക്ക, ഇതെല്ലാം ഇട്ടിട്ടുള്ള പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ റമ്മാണ് കേട്ടോ ഒഴിക്കുന്നത്, അതൊരു കപ്പോളം റം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവരതിനകത്ത് പറഞ്ഞിരിക്കുന്ന സെയിം പോലെ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇനിയും ഒരു 2 കേക്കൊക്കെ ഉണ്ടാക്കാനുള്ളതും കൂടെ ബാക്കിയുണ്ട്. ഞാൻ ഒരു തവണത്തേക്കുള്ളത് എടുത്തുള്ളൂ. കുറേ നേരത്തെ തന്നെ ഇതെല്ലാം ചെയ്തു വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഞാൻ 3 ആഴ്ച മാത്രമേ അത് റമ്മിൽ സോക്ക് ചെയ്തുള്ളൂ. പക്ഷേ ഇനി ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പിന്നീട് ഒരിക്കൽ ഉണ്ടാക്കാം. പിന്നെ പ്ലം കേക്കിൻ്റെ ഒരു വിശദമായിട്ടുള്ള റെസിപ്പി സ്നേഹ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് വളരെ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. കാരണം ഞാൻ എന്താ പറയുക, ബട്ടറും ഷുഗറൊക്കെ ആദ്യം ഒന്ന് ക്രീം പോലെ ചെയ്തെടുക്കുന്നുണ്ട്. അവൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ അവളുടെയും കേക്ക് തമ്മിൽ. പക്ഷേ അവൾ പക്ഷേ ഓറഞ്ച് ജ്യൂസിലാണ് ചെയ്തത്, ഞാൻ റമ്മിൽ സോക്ക് ചെയ്തു. അത്രയൊക്കെ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കേക്ക് ഇന്ന് ഉണ്ടാക്കി വെച്ചാലാണല്ലോ നാളെ രാവിലെ അത് മുറിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അത് വെന്ത് വരാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ നാളെ എല്ലാം കൂടി ചെയ്താൽ ശരിയാവില്ല. പിന്നെ ഞാൻ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ എന്നുള്ള രീതിയിൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം ഒന്ന് തുടച്ച് അടിച്ചൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ രാത്രി കിടന്നത്. അപ്പോൾ അതെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടും മനസ്സും എല്ലാം ക്രിസ്മസിന് ഒരുങ്ങുന്ന പോലെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഒരുക്കങ്ങളെല്ലാം ആണ് കേട്ടോ തലേ ദിവസം ചെയ്തത്. എനിക്കെന്ന് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ ദിവസം കുറച്ചും കൂടെ എന്താ പറയുക, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ചെയ്യുന്ന വേറൊരു കാര്യം, കുട്ടികൾ സാന്റാക്ലോസിന് കൊടുക്കാനുള്ള കുക്കിയും പാലും ട്രീയുടെ അടിയിൽ കൊണ്ടുവന്ന് വയ്ക്കും. സാന്റാക്ലോസ് ഞാൻ തന്നെയാണ് കേട്ടോ, ഞാനാണ് ആ പാല് കുടിച്ചതും. അതിനകത്തുനിന്നുള്ള 2 കുക്കി ഞാൻ കഴിച്ചു. ആരോനാണെങ്കിൽ സാന്റാക്ലോസ് എല്ലാ വീട്ടിലും പോയി ക്ഷീണിക്കുന്ന കാരണം ഒരുപാട് കുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനകത്തുനിന്ന് 2 എടുത്ത് കഴിച്ചുള്ളൂ. അപ്പോൾ തലേദിവസത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പവും ചിക്കൻ സ്റ്റൂവും ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ സ്റ്റൂ ആണ്, എന്നാൽ അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ റെസിപ്പീസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞങ്ങൾ അടുത്ത വ്ളോഗിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ മഴയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് ക്രിസ്മസിൻ്റെ ദിവസം മഴയൊന്നുമില്ല. കുറച്ച് നല്ല കാലാവസ്ഥയായിട്ടാണ് കേട്ടോ തോന്നുന്നത്. പക്ഷെ നല്ല തണുപ്പുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലെങ്കിലും നല്ല തണുപ്പാണ്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ സ്റ്റൂ ഏകദേശം റെഡി ആവാറായി. ഇനി അതിനകത്തേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡിയായി. അപ്പത്തിനുള്ള മാവ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ തലേദിവസമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെപ്പോഴും അപ്പം ചുടുമ്പോൾ തോന്നിയിട്ടുള്ളത്, നമ്മൾ ചുടുന്നതിന് തലേദിവസം മാവെല്ലാം പൊങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ചുടുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് വെക്കുന്നതാണ് എനിക്കെപ്പോഴും അപ്പം നന്നായി വരാറുള്ളത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ? എനിക്കെപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. അന്നത്തെ ദിവസം രാവിലെ തന്നെ പുളിച്ച അപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം തലേദിവസം പുളിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് അപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കേക്കും വൈനും എടുത്തിട്ടുണ്ട്. കേക്ക് മുറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു പ്ലം കേക്കാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് റമ്മിൽ സോക്ക് ചെയ്തിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വൈൻ വീട്ടിലുണ്ടാക്കിയ വൈനാണ് കേട്ടോ. വൈൻ ഇടുന്ന ഒരു വീഡിയോ ഒരു ഡെയിലി വ്ളോഗിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നല്ല കളറിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വൈൻ്റെ കുപ്പി ഞങ്ങൾ പണ്ടൊരു വൈൻ വാങ്ങിയപ്പോൾ കിട്ടിയ കുപ്പിയാണ്. എനിക്ക് നല്ല രസം തോന്നിയിട്ട് അത് എടുത്തു വെച്ചതാണ്. അത് കഴുകി തുടച്ചെടുത്തിട്ടാണ് കേട്ടോ വൈൻ അതിനകത്ത് ഒഴിച്ചു വെച്ചത്. അപ്പോൾ വൈനും കേക്കും എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് വീടുകളിലേക്ക് വീഡിയോ കോളൊക്കെ ചെയ്തു. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പണികൾ തുടങ്ങാം. ഉച്ചത്തേക്കുള്ള ലഞ്ചിനുള്ള പരിപാടികൾ തുടങ്ങാം. ഞാൻ ആദ്യം തേങ്ങ വറുത്ത് വെച്ചു. ഞാൻ പറഞ്ഞല്ലോ ഈ ബീഫിൻ്റെയും കായുടെ റെസിപ്പി പണ്ടേ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ രണ്ടടുപ്പിലും കൂടി പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണത്തിൽ താറാവ് കറിയും ഒരെണ്ണത്തിനകത്ത് ബീഫും കായാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മെനു എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഉച്ചത്തെ മെനു എന്ന് പറയുന്നത് ചോറും താറാവ് റോസ്റ്റും പിന്നെ ബീഫും കായയും മോരുകറി, പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, മീൻകറി നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചില്ലേ, അതുമാണ് കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന അവർ ഇവിടെ ഇല്ല, അവരൊരു യാത്ര പോയേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ക്രിസ്മസിന് എന്താ പറയുക പിടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ചേട്ടനോട് ചോദിച്ചതാണ് പിടി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമ്മൾ തന്നെയല്ലേ ഉള്ളൂ, ഇനി ആരെങ്കിലുമൊക്കെ വിളിക്കുന്ന ഒരു ദിവസം നമുക്ക് പിടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിടിയൊന്നും ഉണ്ടാക്കിയില്ല. പിടിയോ കട്ട്ലറ്റോ അങ്ങനെ എന്താ പറയുക സ്റ്റാർട്ടർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് പിന്നെ അതൊന്നും ഉണ്ടാക്കിയില്ല. എന്തായാലും ഞങ്ങൾ 3 പേരും തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫും കായ ഏകദേശം റെഡിയായി. ഇത്തവണത്തെ എന്താ പറയുക തേങ്ങയിൽ അധികം മൂത്ത് കളഞ്ഞ തേങ്ങയായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാണ്ട് അരഞ്ഞ് കിട്ടുന്നുണ്ടായിരുന്നില്ല തേങ്ങ വറുത്തത്. പക്ഷെ വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാണ് നമ്മളുടെ വറുത്തരച്ച കറികൾക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പണ്ടത്തെ ഒരു വ്ളോഗിൽ എന്താ പറയുക കാഷ്യൂനട്ടിൻ്റെ ഒരു തീയൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പോൾ ഇനിയും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി കറിയാണെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസ്സേജിലൂടെയും ഒക്കെ ഒത്തിരി റെസ്പോൺസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കി, എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അതേ നമ്മുടെ താറാവ് കഷ്ണങ്ങൾ നമ്മുടെ കറിയിലേക്ക് ഇടുകയാണ് കേട്ടോ. താറാവ് ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ തൊലിയോട് കൂടി ഉണ്ടാക്കിയാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ തൊലി കളഞ്ഞ് മുന്നേ ഉണ്ടാക്കിയിട്ട് അത്ര ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ തൊലിയൊന്നും കളയാതെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ബീഫ് ഏകദേശം റെഡിയായി, എണ്ണയെല്ലാം മേളിൽ തെളിഞ്ഞു വന്നു. താറാവ് കുറച്ചും കൂടെ ആവാനുണ്ട്, കാരണം നമ്മൾ കുക്കറിലൊന്നും വേവിച്ചില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടെ സമയമെടുക്കും. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് വന്നു. ഇനി മോരും കൂടെ കാച്ചി ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഞാൻ നമ്മുടെ ബീഫെല്ലാം റെഡിയായി എൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അതുപോലെ തന്നെ താറാവ് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പണികളും കൂടെ ഉണ്ടായിന്. അപ്പോൾ ഞാൻ മോര് കാച്ചാൻ പോവാണ്. കഷ്ണങ്ങളൊന്നും ഇട്ട മോര് കറിയല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള മോര് കാച്ചിയതാണ്. ഇത്രയും നോൺ വെജ് ഒക്കെ ഉള്ളപ്പോൾ വീണ്ടും എന്താ പറയുക കഷ്ണങ്ങളൊന്നും ഇട്ട് കാച്ചണമെന്ന് തോന്നിയില്ല. വെറുതെ ഒന്ന് മോര് കാച്ചിയെടുത്തതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ താറാവ് അവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. മോര് കാച്ചിയത് റെഡിയായി, അതും മാറ്റി വെച്ചു. പുറത്ത് ഏകദേശം വെയിലൊക്കെ ഉദിച്ചു തുടങ്ങി. കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ വെയിൽ ഉദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 2-3 ദിവസം മഴയായിരുന്നു. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് വരട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താറാവ് കറി റെഡിയായി. സാധാരണ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ എന്താ പറയുക ഒരുപാട് നേരം അടുക്കളയിൽ ചിലവഴിക്കും അല്ലേ. ഇന്ന് ഞാൻ ഒരുപാട് നേരമൊന്നും ചിലവഴിക്കാതെ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ മുന്നേ കൂട്ടി തയ്യാറെടുപ്പൊക്കെ നടത്തി വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഒരു 11 മണി ആയപ്പോഴേക്കും എൻ്റെ മിക്ക പരിപാടികളും കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം ഡിഷ് വാഷറിലാണ് കേട്ടോ കഴുകിയത്. കാരണം ഇങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കുന്ന ദിവസം പാത്രങ്ങളൊന്നും അങ്ങനെ കഴുകാൻ മെനക്കെടാറില്ല. ഇതേ മിക്സിയൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി വെക്കുകയാണ്. ഒരു 8-9 വർഷം പഴക്കമുള്ള മിക്സിയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ലഞ്ചെല്ലാം റെഡിയായി. അതെല്ലാം ഇനി കഴിക്കാം. കഴിഞ്ഞ വർഷം ക്രിസ്മസിന് എൻ്റെ പപ്പയും മമ്മി ഉണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങൾ തന്നെയേ ഉള്ളൂ. അവരെല്ലാം വീഡിയോ കോളിലൊക്കെ കണ്ടു. എന്നാലും അവരെല്ലാം കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും ആരോണും കൂടെ ഒരു ക്രിസ്മസ് മൂവി കാണാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമാണ് ഇതുപോലെ ക്രിസ്മസ് മൂവീസ് കാണാനായിട്ട്. ഭയങ്കര വിഷ്വൽ ട്രീറ്റായിട്ട് തോന്നാറുണ്ട്. ഞങ്ങൾ കണ്ടത് ക്രിസ്മസ് ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള മൂവീസ് കാണാൻ. അവനെപ്പോലെ തന്നെയാണ് ഞാനും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കാര്യം കുട്ടികളുടെ മൂവി പോലെയാണ്, എന്നാലും നമ്മളുടെ എല്ലാം മനസ്സിൽ ഒരു ചെറിയ കുട്ടി ഇപ്പോഴും ഇല്ലേ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള മൂവീസൊക്കെ കാണാനായിട്ട്. സ്നോയും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ഉള്ള ഒരു മൂവിയാണ് കേട്ടോ. ഞാനും അവനും ഇരുന്നത് കാണുകയാണ്. ഇച്ചാനും പക്ഷേ ഇങ്ങനത്തെ മൂവിയൊന്നും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാനും കൊച്ചുകുട്ടിയാന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും കേട്ടോ. അപ്പം മൂവിയെല്ലാം കണ്ടു കഴിഞ്ഞ് കുറേ നേരം കൂടെ വേറെ ടി വിയിൽ കുറച്ച് പരിപാടികളൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ രസമലായി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞങ്ങൾ മധുരത്തിൻ്റെ ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു സ്വീറ്റും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഇച്ചാനും ഇഷ്ടമാണ് രസമലായി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുണ്ടാക്കി കഴിച്ചതിന് ശേഷം രാത്രിയായപ്പോൾ ഞങ്ങൾ എന്താ പറയുക ചുമ്മാ ഒന്ന് പുറത്തേക്ക് കറങ്ങാനിറങ്ങി. കാരണം ക്രിസ്മസിന് എപ്പോഴും ഇവിടെ ഇങ്ങനെ ലൈറ്റ്സും ഒക്കെ ആയിട്ട് എല്ലായിടത്തും കാണാൻ നല്ല ഭംഗിയാണ്.
അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് രാത്രിയായപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ തന്നെയാണ്. എല്ലാ വീടുകളിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളുടെ തന്നെ എന്താ പറയുക ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് കേട്ടോ ഇത്. എന്ത് രസമല്ലേ വീടുകളെല്ലാം കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ വീടിൻ്റെ കമ്മ്യൂണിറ്റിയിലൊന്ന് കറങ്ങിയതിന് ശേഷം ഇതുപോലെ ഒരു ടാക്കി ലൈറ്റ് കാണാൻ പോയി. അതായത് ചില വീടുകളിൽ ഒരുപാട് അലങ്കാരങ്ങൾ വെക്കും. അപ്പോൾ അതിനെയാണ് ടാക്കി ലൈറ്റ്സ് എന്ന് പറയുക. അപ്പോൾ വീണ്ടും ഒരു ക്രിസ്മസ് സീസൺ കൂടെ കഴിഞ്ഞു പോയി. നമ്മൾ ആരും പ്രതീക്ഷിച്ച പോലെ ഒരു വർഷമായിരുന്നില്ല 2020 അല്ലേ. ലോകത്തെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റിമറിച്ചൊരു വർഷമായിരുന്നു 2020. പക്ഷേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് വെച്ചാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ളൊരു കഴിവ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയില്ലേ. അപ്പോൾ ഇനിയൊരു പുതിയ വർഷം വരികയാണ്. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നമ്മുടെ എല്ലാം ജീവിതത്തിലെ നല്ല നല്ല ദിവസങ്ങൾ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളെന്ന് ചിന്തിക്കാം. കഴിഞ്ഞ വർഷം മെയ്യിൽ ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ 12,000-ന് മുകളിലെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുമെന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വരെയെങ്കിലും എത്തിയത്. അതിനെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾ 2 പേർക്കും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും എല്ലാം ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ വരുന്ന വർഷത്തിലും ഇതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വരുന്ന വർഷം സന്തോഷമായിട്ടും സമാധാനമായിട്ടും ആരോഗ്യമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെയും സ്നേഹയുടെയും വക പുതുവത്സരാശംസകൾ.